എനിക്ക് സോറി വേണം ചേട്ടാ. ബ്രോ സിറ്റുവേഷൻ അറിയാലോ, നമ്മള് കുറച്ച് മുമ്പ് വഴക്കായിരുന്നു. അല്ല, സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാമോ ബ്രോ? സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു ഉച്ചക്ക് നേരത്തെ ഒരു ഇവന്റ് നടന്നായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ ആരോ സ്ലൈഡ് ചെയ്തപ്പം, ആരല്ല സാഗർ സ്ലൈഡ് ചെയ്തപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു പയ്യൻ വൾഗറായിട്ട് സംസാരിച്ചായിരുന്നു. കേക്കാവോ? ക്ലിയർ അല്ലേ? അപ്പം അവൻ ഇച്ചിരി വൾഗറായിട്ട് നമ്മുടെ റേഡിയോ തന്നെ സംസാരിച്ചു. ഏതോ നമ്മളെ സ്ലൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് സാഗർ പുറത്തിറങ്ങി സംസാരിച്ചു. എന്താ സോറി പറഞ്ഞാ ലീവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവൻ അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ മെയിൻ ഗിയറേജ് വന്ന് സംസാരമായി. അപ്പം അവനെ തരണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഇവര് പറഞ്ഞു പുറത്തിറങ്ങി നമ്മൾ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പ്രീവാറായി നമ്മളത് ഓൾഡ് ഓൺ ആയിരുന്നു. ഓൾഡ് ഓൺ അല്ല, ഒരാൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ വാറാക്കാന്നുള്ളൊരു ഇതിലേക്ക്. വിളിച്ച ആള് വന്നിട്ടുണ്ടോ? ഇല്ല, ആള് വന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ആ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? അതായത് നിങ്ങൾ ഇപ്പോഴും അത് അവന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി? അവന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്, അത് ഞാൻ സമ്മതിച്ചു. അവന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു അവിടെ, അപ്പൊ വേണേ സോറി പറയാൻ, നമുക്ക് സോറി പറഞ്ഞ് തീർക്കാൻ തന്നെ. പക്ഷെ അവനെ കൊണ്ടുപോകുന്നത് നമുക്ക് പറ്റൂലെന്നേ പറഞ്ഞോളൂ. സോറി പറയാൻ ഞാൻ 100% കൂടാറും. ചോദിച്ചതല്ലേ, അപ്പൊ അവന് പറ്റത്തില്ലെന്ന് അവൻ തന്നെ. അല്ല, അവൻ ആദ്യം സോറി പറയില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അല്ല, ഞാൻ അപ്പോൾ ഇല്ലായിരുന്നു, ഞാൻ പിന്നെയാണ് വന്നത്. അപ്പം ഞാൻ വന്നേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു സോറി പറഞ്ഞത് തീർക്കാം. ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്താ പറഞ്ഞേ? അത് അവൻ ആ ഒരു ഇതിൽ ട്രിഗറിൽ പറഞ്ഞ ഞാൻ പറഞ്ഞായിരുന്നു സോറി. ഇങ്ങനെയുള്ള ട്രിഗർ ആവുന്നോണ്ടാണ് ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് നിങ്ങള് ഒരു സിറ്റിസൺ അല്ല, നിങ്ങളൊരു ഗ്യാങ് ആണ്. അപ്പൊ ഗ്യാങ്ങിലെ ഓരോ മെമ്പേഴ്സും ഇതേപോലെ ട്രിഗർ ആവശ്യമെങ്കിൽ അതിനുള്ള കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഓരോ മെമ്പേഴ്സ് അതിനനുസരിച്ച് നിൽക്കണം. ബ്രോ, ഇപ്പൊ നിങ്ങളിപ്പോ ഒരാൾ വന്നിട്ട് ഇപ്പോ എന്നെ പോലെ ഇതേപോലെ അത് ഇവന്റ് ആയിരുന്നു, അതിൽ എവിടെയും സ്ലൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള റൂൾ ഇട്ടിട്ടില്ല. എല്ലാരും സ്ലൈഡ് മനസ്സിലായി. അപ്പൊ അവിടെ അങ്ങനെ ഇതാക്കുമ്പോ ആ ട്രിഗറിൽ ഇപ്പൊ ബ്രോ എന്നെ ഇതാക്കിയതിനാണ് ബ്രോ ഒരു കാര്യം പറയാനുള്ളത്. അവനങ്ങനെ സാഗറിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതല്ല ബ്രോ. അത് ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ ബ്രോ, എങ്ങനെയാണ് അവനെ സ്പെസിഫൈ ചെയ്ത് പറയില്ല. ഇപ്പൊ ഞാനും ബ്രോ ഇപ്പൊ ഇവന്റ് കളിക്കുകയാണ്. ഇപ്പോൾ ബ്രോ എന്നെ സ്ലൈഡ് ചെയ്തിട്ടു. അപ്പോൾ ഞാൻ ബ്രോന്റെ മുന്നിൽ വെച്ച് പറയുകയാണ് ഏതൊരു ഈ കഴിവറമ എന്നെ സ്ലൈഡ് ചെയ്ത് തള്ളിയിട്ട് വന്നു. ബ്രോക്ക് ഇഷ്ടപ്പെടുമല്ലേ? ബ്രോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമല്ലേ? അപ്പോൾ എനിക്ക് ന്യായം പറയാൻ പറ്റും. ഞാൻ ബ്രോനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ ബ്രോനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അല്ലെങ്കിൽ ഞാൻ റേഡിയോയിൽ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അവൻ ചെയ്തത് ന്യായമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ സമ്മതിക്കുന്നത് തെറ്റാണ്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞാണ് സോറി. അത് ബ്രോ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അത് വേറൊരാൾ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട സംഭവമല്ല. അവന് സ്വയം തോന്നി പറയേണ്ട കാര്യമാണ്, അല്ലാണ്ട് വേറൊരാൾ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യേണ്ട സംഭവമല്ല. ബ്രോ, ഫസ്റ്റ് കാര്യം അവൻ എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ മാത്രമല്ല മൾട്ടിപ്പിൾ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിലാണ് പറഞ്ഞത് ഏതൊക്കെയോ മക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ല, ഏതോ ഒരു കഴിവേറുടെ മോൻ എന്നെ ഇതിട്ടു. അതും കറക്റ്റ് ഇവനെ സ്ലൈഡ് ചെയ്തിട്ട് ഉടനെ ബ്രോ ആണെങ്കിലും അല്ലെങ്കിലേ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളവരെ തന്തയ്ക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ലല്ല, അവൻ ചെയ്ത തെറ്റാണ്, അത് സമ്മതിക്കണം. ലൈക്ക് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല, അത് വളരെ ശരിയാണ്. കാരണം ഇത് ഒന്നാമത്തെ കേസല്ലേ, ഇതിന് മുൻപും ഇതേപോലത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. അതായത് മര്യാദ വൾഗർ അല്ല പറയുന്നത്, ഇതിന് മുന്നേ ഒരു പഴയ സിറ്റുവേഷൻ ആണ്. ഇതേപോലെ ഞാനും സാഗറുള്ള സമയത്ത് തന്നെ ഒരു ട്രക്കിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ നിങ്ങളെ ഭാഗത്തുനിന്ന് റോമായിട്ട് സംസാരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളെ ഫുൾ ഗ്യാങ്ങിനെ നമുക്ക് ഇഷ്യൂ ഇല്ല. നമ്മൾ ഇത് പറയുന്നത് ഇതേപോലെ നിൽക്കേണ്ട ആൾക്കാരടുത്ത് ആകുമ്പോഴാണ് ഇതേപോലെ സിറ്റുവേഷൻ വരുന്നത്. അതായത് നിങ്ങളൊരു ഗ്യാങ് പറഞ്ഞാൽ എല്ലാവരും അതിനനുസരിച്ച് നിൽക്കണം, അല്ലാണ്ട് വരുമ്പോഴാണ് സിറ്റുവേഷൻ വരുന്നത്. നമ്മളെ ഇല്ലാത്തപ്പോ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടക്കാറുണ്ട്. വരുമ്പോ ഒക്കെ പരമാവധി എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് വിടാനാണ് നോക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് വാറിലോട്ട് നമ്മള് സെറ്റ് ചെയ്തത്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീശസിന് ഡാൻജി എല്ലാം ഞങ്ങളെല്ലാം ഞാനുമായിട്ട് ഒരേ ഗ്യാങ് കളിച്ചുള്ള അതിന് മുമ്പ്. അപ്പം ആ റിലേഷൻ ഉള്ളപ്പോൾ നമ്മൾ അവന്മാരായിട്ട് ഇങ്ങനെ ചുമ്മാ വള്ളി എടുക്കാൻ നിൽക്കത്തില്ലല്ലോ. നിങ്ങൾ എത്ര ടൈം വേണ്ടി വരും വിളിക്കാന്? ഒരു 10 minutes.
മറ്റേ വണ്ടി ലോഡാണ്ട് മുകളിലിറങ്ങി ഇല്ല ഇല്ല സീല 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 നിങ്ങള് മുകളിലുണ്ടോ? മുകളിലല്ലേ? ടയർ മേടിക്കണേ ഇവിടുത്തെ ഏത് പിങ്ങ ഇതിപ്പോ മൾട്ടിപ്പിൾ പിങ്ങ ഒരു വണ്ടി ഒറ്റ വണ്ടി ലാസ്റ്റ് പോകുന്ന ഈ വണ്ടി ഈ വണ്ടി നോക്കേ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഏറ്റവും ബാക്കിൽ പോകുന്ന വണ്ടി അതിനെ തന്നെ അതിന് നോക്കി അതിനെ നോക്കി അതിനെ നിങ്ങൾ വണ്ടിക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ മാർക്കിലാണെന്ന് അതേപോലെ നമ്മുടെ നിർമ്മിച്ച് നോക്കുന്നുണ്ട്. ബാക്കി വണ്ടി കയറിക്കോ ബാക്കി വണ്ടി കയറിക്കോ ഇവനെ കൂടെ അടി ഇവിടെ ഇവിടെ നോക്കടാ അവിടെ ഒരു വണ്ടി ചിലപ്പോ അവിടെ ഇറങ്ങി ബാക്കി എന്റെ വണ്ടി ഉള്ളവർ ഇറങ്ങിക്കോട്ടെ ഇവിടെ വണ്ടിയുണ്ട്. അയ്യോ കുഴി കുഴി കുഴി. ഓക്കെ ഇവിടെ ആളുണ്ട്. എന്റെ മാർക്ക് ഓക്കെ എന്റെ മാർക്കിന് ഇവിടെ ഞാൻ നിൽക്കുന്നിവിടെ വണ്ടി മൂവ് ചെയ്തു. നിങ്ങളുടെ ബാക്ക് സൈഡ് അവിടെ മല ഫൈറ്റ് ചെയ്യുന്ന ബാക്ക് സൈഡ് എവിടെ അടിയടാ വളച്ചിട്ടടി. നിങ്ങളുടെ ബാക്കില് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്ന ആൾക്കാരുടെ ബാക്കിൽ നോക്കേ. എടാ അവിടെ ആളിറങ്ങി. എന്റെ മാർക്ക് ഓക്കെ എന്റെ മാർക്കിൽ ആളിറങ്ങി. ആ മാർക്കിൽ ആളുണ്ട്. അതേപോലെ നമ്മുടെ ഓക്കെ നൈസ് നൈസ്. എടാ ബാക്കി വണ്ടി കയറിക്കോ എടാ ഇവനെ കൂടെ അടി ഇവിടെ എടാ അവിടെ നോക്കടാ ഇവിടെ നോക്കടാ അവിടെ ഒരു വണ്ടി ചിലപ്പോ അവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇറങ്ങി പാലക്കാടാ നീ കേറി പെണ്ണ് ബാക്കി എന്റെ വണ്ടി ഉള്ളവർ കേറാ ലക്ഷ്യ കേറാ ഇറങ്ങിക്കോട്ടെ കേറി വേഗം കേറി വേടാ ഇറങ്ങി അടിച്ചോ. ഇവിടെ ആളുണ്ട്. എന്റെ മാർക്ക് ഓക്കെ എന്റെ മാർക്കിന് ഇവിടെ ഞാൻ നിൽക്കുന്നിവിടെ നിങ്ങളുടെ ബാക്ക് സൈഡ് അവിടെ മല ഫൈറ്റ് ചെയ്യുന്ന ബാക്ക് സൈഡ് എവിടെ എടാ ബാക്കിയുള്ളവർ വണ്ടി കയറിക്കോ വണ്ടി കയറിക്കോ വെച്ച് കളിക്കണ്ട അവസ്ഥ. പാലത്തില് ഓക്കെ ഒരുത്തനോടെ എടാ ലാസ്റ്റത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോ. ലാസ്റ്റ് അപ്പുറത്ത് എടുത്ത് ഇരിപ്പുണ്ടേ ഡ്രൈവിംഗ് സീറ്റ് അല്ലാണ്ട് ഇടിച്ചു വെച്ചാകത്തില്ല. ലാസ്റ്റ് ഒരുത്തുണ്ട്. എടാ കത്തി ഉണ്ടെങ്കിൽ കൊണ്ടോ ഇടിക്കല്ലോ വെടി വെക്കില്ലടാ. ആണോ എടാ ആ വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കിയേ. ഞാൻ ടയർ പൊട്ടിയതാണോ നോക്ക്.